ഇത്തവണത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചേലക്കര തിരിച്ചുപിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് UDF. അതിൻ്റെ ഭാഗമായി പ്രാദേശികമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു യുവ കോൺഗ്രസിൻ്റെ നേതാവ് ശിവൻ വീട്ടിക്കുന്നേ തന്നെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് UDFിൻ്റെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. ഞങ്ങൾക്ക് സ്വതന്ത്ര ചിഹ്നമായതുകൊണ്ട് ചിഹ്നം ലഭിക്കാത്തതിൻ്റെ ഒരു പോരായ്മ ഇതുവരെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്യ പ്രചരണ രംഗത്ത് ഞങ്ങൾക്ക് ഒരു ചുവട് പുറകിലായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് നോമിനേഷൻ എല്ലാവരുടെയും പിൻവലിച്ച് ഇന്ന് സാധാരണ ജനങ്ങളും സമൂഹവും ചർച്ച ചെയ്യപ്പെടുന്ന ഗ്യാസ് സിലിണ്ടർ തന്നെ ശിവൻ വീട്ടിക്കുന്നിൻ്റെ ചിഹ്നമായി അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ചിഹ്നമല്ല. കൈപ്പത്തി ചിഹ്നമില്ലാത്തതിൻ്റെ ഒരു ക്ഷീണം ഒരു പരിധിവരെ തീർക്കാൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കഴിഞ്ഞ 30 കൊല്ലമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ നിയോജകമണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയി ശിവൻ വീട്ടിക്കുന്ന് രംഗത്ത് വന്നതോടുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷമുണ്ടായിട്ടുള്ള നമ്മുടെ പരിപാടികളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞത്. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ചേലക്കരയിൽ നടത്തിയിട്ടുള്ള റോഡ് ഷോ വലിയ ജനപ്രാതിനിധ്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ നടന്നിട്ടുള്ള നിയോജകമണ്ഡല കൺവെൻഷനും പ്രവർത്തകരാകെ വലിയ ആവേശത്തിലാണ് വരവേറ്റത്. തീർച്ചയായും കുറച്ച് ദിവസങ്ങളുടെ നഷ്ടം പ്രചരണ രംഗത്ത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വവും പ്രവർത്തകരും. അടുത്തതായി നമ്മുടെ മണ്ഡലങ്ങളിലുള്ള കൺവെൻഷനുകളാണ്. നാളെ മുതൽ കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ്. നാളെ 4 മണ്ഡലങ്ങളിൽ UDFിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. കൊണ്ടാഴിയും പഴയന്നൂരും വരവൂരും വള്ളത്തോൾ നഗറിലും നാളെ കൺവെൻഷൻ നടക്കുന്നു. 28-ാം തീയതിയോടുകൂടി കൺവെൻഷനുകൾ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കും. 28-ാം തീയതി മുതൽ ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിശ്രമമില്ലാതെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തന കലണ്ടറും രൂപീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയം സുനിശ്ചിതമാണ് എന്ന രീതിയിലാണ് ഞങ്ങളുടെ വലിയ ഒരു വിജയപ്രതീക്ഷ. ഈ തവണ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണ